Hi guys, Assalamu alaikum. This is Bichu Fahima here. Welcome back to another video. ഇന്നൊരു നാടൻ ഫിഷ് റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. മീൻ ഇഷ്ടപ്പെടാത്ത വളരെ ചുരുക്കം ആൾക്കാരായിരിക്കും. അപ്പോൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടിപൊളിയാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും. സീ ഫുഡ് ലവേഴ്സിന് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ മീൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. മീൻ ഇതുപോലെ നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം, എന്നാൽ മാത്രമാണ് മസാല പിടിക്കുള്ളൂ. ഇനി മാരിനേഷന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് എല്ലാ മീനിലേക്കും ഒന്ന് തേച്ച് പിടിപ്പിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീനും ആണെങ്കിലും എടുക്കാം. ഞാനിവിടെ മീൻ ഫുള്ളായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. അപ്പോൾ എല്ലാ മീനും മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. അധിക സമയമൊന്നും കുക്ക് ചെയ്യണ്ട. ഇതുപോലെ ഒരു പത വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. കൂടുതലായിട്ട് വേവിച്ചെടുത്താൽ പൊരിച്ചെടുക്കുമ്പോൾ പൊടിഞ്ഞു പോവും. ഇനി വേറൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നാൽ കുറച്ച് കറിവേപ്പില ഇട്ട് ഓരോ മീനും ഫ്രൈ ചെയ്തെടുക്കാം. വേവിച്ചിട്ട് പൊരിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ 2 ഭാഗവും ജസ്റ്റ് ഒന്ന് മുരിച്ചെടുത്താൽ മാത്രം മതി. ഒരു ഭാഗം ഫ്രൈ ആയാൽ ഇതുപോലെ തിരിച്ചിട്ട് മറ്റേ ഭാഗവും പൊരിച്ചെടുത്താൽ മതി. അധികം ഡ്രൈ ആയിട്ട് പൊരിച്ചെടുക്കരുത്, അപ്പോൾ ഹാർഡായി പോവും. ഏകദേശം ഈ ഒരു കളറിൽ പൊരിച്ചെടുത്താൽ മതി. ഇനി ഇത് പാനിന് മാറ്റി വെക്കാം. ഇനി സെയിം പാനിലേക്ക് 3 ഉള്ളി ചെറുതായി കട്ട് ചെയ്തതിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളി ഇതുപോലെ വാടി വന്നാൽ 2 തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് നല്ല സോഫ്റ്റ് ആവുന്നവരെ സോട്ട് ചെയ്യാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് ഉള്ളി മേലെ കാണുന്ന രീതിയിലായിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ ഫിഷ് കുക്ക് ചെയ്ത് സ്റ്റോക്ക് ഒഴിച്ച് വറ്റിച്ചെടുക്കാം. മസാലയിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. മസാല ഇതുപോലെ വറ്റി വന്നാൽ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ലെയർ ചെയ്യാം. മീൻ മസാലയിലേക്ക് ഇട്ട് 2 മിനിറ്റ് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഫിഷ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പിൻ്റെ പ്രത്യേകത ഫിഷ് കുക്ക് ചെയ്ത് സ്റ്റോക്കിൽ മസാല വറ്റിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ മസാലയ്ക്ക് എൻറ്റയർ ഫിഷിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും. അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലോ മെസ്സേജ് ചെയ്യണം. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. റെസിപ്പീസ് എല്ലാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ കീപ് വാച്ചിങ്. ബൈ.